ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത സീസണിന് വേണ്ടിയുള്ള FC ബാഴ്സലോണയുടെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില സൈനിങ്ങുകൾ ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. ജോയൻ ഗാർഷ്യ, മാർക്കസ് റാഷ്ഫോർഡ് തുടങ്ങിയ താരങ്ങളെ ബാഴ്സലോണ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവർ ട്രെയിനിങ് നടത്തുന്നുമുണ്ട്. ഏതായാലും പ്രീ സീസണിന് വേണ്ടി FC ബാഴ്സലോണ ഏഷ്യയിലേക്ക് പറക്കുകയാണ്. ഏഷ്യയിൽ 3 സൗഹൃദ മത്സരങ്ങളാണ് ബാഴ്സ കളിക്കുന്നത്. ജൂലൈ 27-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ജാപ്പനീസ് ക്ലബ്ബായ വിസൽ കോബയാണ് ബാഴ്സയുടെ എതിരാളികൾ. അന്നേ ദിവസം വൈകിട്ട് 3:30 ആ മത്സരം നടക്കുക. പിന്നീട് സൗത്ത് കൊറിയൻ ക്ലബ്ബുകളായ FC സിയോൾ, ഡൈഗു FC എന്നിവർക്കെതിരെയാണ് ബാഴ്സ അടുത്ത സൗഹൃദ മത്സരങ്ങൾ കളിക്കുക. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ലബിന്റെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ ഉള്ളത്. 26 താരങ്ങൾ ഉള്ള ഒരു സ്ക്വാഡ് ആയിരിക്കും ഹാൻസി ഫ്ലിക്ക് പ്രഖ്യാപിക്കുക. പ്രധാനപ്പെട്ട 5 താരങ്ങൾക്ക് ഈ ടീമിൽ ഇടം ഉണ്ടാവില്ല എന്നുള്ളത് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റീഗൻ ഉണ്ടാവില്ല. അദ്ദേഹം പരിക്കിന്റെ പിടിയിലാണ്. ഒരു സർജറിക്ക് കൂടി ഉള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ടെർ സ്റ്റീഗൻ ഉള്ളത്. ഇനി ഒറിയോൾ റോമിയോ, പൗ വിക്ടർ എന്നീ 2 താരങ്ങളും ടീമിൽ ഉണ്ടാവില്ല. 2 പേരും ഹാൻസി ഫ്ലിക്കിന്റെ ലോങ് ടേം പ്ലാനുകളിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ആൻഡ്രിയാസ് ക്രിസ്ത്യൻസനും ടീമിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. അതായത് ഒരു സെന്റർ ബാക്കിനെ തങ്ങൾ ഒഴിവാക്കുകയാണ് എന്ന കാര്യം ഡെക്കോ നേരത്തെ പറഞ്ഞിരുന്നു. അത് ക്രിസ്ത്യൻസൻ ആണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് പുറമെ ഗോൾ കീപ്പറായ ഇനാക്കി പെനയും ടീമിൽ ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പോൾ പുതിയ ഒരു ക്ലബ്ബ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോയൻ ഗാർഷ്യ വന്നതോടുകൂടി അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാവുകയാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 താരങ്ങൾ ടീമിൽ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും 3 മത്സരങ്ങൾക്ക് ശേഷം FC ബാഴ്സലോണ തങ്ങളുടെ നഗരത്തിൽ തന്നെ തിരിച്ചെത്തും. അതിനുശേഷമാണ് ജോയൻ ഗാംബർ ട്രോഫിയിൽ ഇറ്റാലിയൻ ക്ലബ്ബായ കോമോയെ അവർ നേരിടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.